നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കോയമ്പത്തൂർ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരടക്കം താമസിച്ചിരുന്ന കൗണ്ടമ്പാള ഹൗസിംഗ് ബോർഡ് കോളനിയിൽ 13 വീടുകളിൽ കവർച്ച നടത്താൻ UP സ്വദേശികളായ സംഘത്തെ സഹായിച്ച ഓട്ടോ ഡ്രൈവറും അറസ്റ്റിൽ. കവർച്ച സംഘങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടു. UP സ്വദേശികളായ ഷുഹൈബിന്റെ നേതൃത്വത്തിൽ 12 അംഗ സംഘം ഡൽഹി മണ്ടോലി മാർക്കറ്റ് ഭാഗത്തു നിന്നും ഒക്ടോബറിൽ കോയമ്പത്തൂരിലേക്ക് പാത്ര കച്ചവടത്തിനായി എത്തിയതായിരുന്നു. താമസത്തിനും സ്ഥല അന്വേഷിച്ചവർക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ ഡ്രൈവർ മൊയ്തീൻ കുനിയമത്തൂർ വീട്ട് പുതുശ്ശേരി വാടക വീട് തരപ്പെടുത്തി കൊടുത്തു. 12 പേരും കോയമ്പത്തൂരിൽ പലയിടങ്ങളിൽ ഓട്ടോറിക്ഷയിൽ കറങ്ങിയതാണ് പാത്ര വ്യാപാരം നടത്തി കവർച്ച നടത്താനുള്ള വീടുകൾ നോട്ടമിട്ടുന്നത്. പാത്ര വിൽപ്പന സംഘത്തിലെ ഗാസിയായ സ്വദേശികളായ ദാവൂദ് 18, ഫർമാൻ 23 എന്നിവരാണ് സംഘ നേതാവായ ഷുഹൈബിന്റെ ഹൗസിംഗ് ബോർഡ് കോളനിയിൽ കവർച്ച നടത്തിയ ആസിഫ്, കല്ലു, ആരിഫ്, ഇർഫാൻ എന്നിവരെ പരിചയപ്പെടുത്തിയത്. 2 ദിവസത്തേക്ക് കച്ചവടത്തിനായി എത്തിയതാണെന്ന് പിന്നീട് ഇവർ പോകുമെന്നും അറിയിച്ചാണ് കൂടെ താമസിപ്പിച്ചത്. മുൻപരിചയക്കാരായ ഓട്ടോ ഡ്രൈവർ അയ്യൂബ് ഖാന്റെ സഹായത്തോടെ വീടുകൾ കണ്ടെത്തി കവർച്ച നടത്തിയ ഉടൻ നഗരത്തിൽ നിന്ന് കടന്നു കളയാനായിരുന്നു സംഘത്തിന്റെ പ്ലാൻ. UPയിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന പ്രതികൾ കവർച്ച നടത്തി കുനിയമത്തൂരിലെ വീട്ടിലേക്ക് എത്തിയത് തിരിച്ചറിഞ്ഞ പോലീസ് വീട് വളഞ്ഞ് വെടിവെച്ച് പിടികൂടുകയായിരുന്നു. 3 പ്രതികൾക്കും പരിക്കേറ്റിരുന്നു. ഇതിൽ ആസിഫ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചു. വീട്ടിൽ നിന്ന് പിടികൂടിയ 10 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സലീം, വാസിം എന്നിവരെ കണ്ടെത്താനായിട്ടില്ല. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ വ്യാപാരികൾ എന്ന വ്യാജേന എത്തി കവർച്ച നടത്തുന്ന സംഘങ്ങളായാണ് ഇവരെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ ഒട്ടേറെ കേസുകളുണ്ട്. ഇന്നലെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി പൂർത്തിയാക്കി ആസിഫിന്റെ മൃതദേഹം ബന്ധുവിന് കൈമാറി. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.